ആലപ്പുഴ ചേർത്തലയിലെ ദുരൂഹതയേറ്റുന്ന തിരോധാന കേസുകളിൽ നിർണായക തെളിവെടുപ്പ് തുടരുകയാണ്. പ്രതി സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിലെ തിരച്ചിലിൽ നിരവധി അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തി. പരിശോധനയിൽ കൊന്തയും കുളം വറ്റിച്ച് നടത്തുന്ന പരിശോധനയിൽ 2 വസ്ത്രങ്ങളും കണ്ടെടുത്തു. കിണറ്റിലെ വെള്ളം വറ്റിച്ച് പരിശോധന നടത്തുകയാണ്. വീടിനുള്ളിലെ ഗ്രാനൈറ്റ് പൊളിച്ചും ഓടിളക്കിയും പരിശോധന തുടങ്ങി. കിടാവർ നായി എത്തിച്ചുള്ള പരിശോധനയും തുടരുകയാണ്. വേണ്ടിവന്നാൽ രാത്രിയും പരിശോധനയുണ്ടാകും. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. വിഷ്ണു, ഇന്നത്തെ പരിശോധന തിരച്ചിൽ എന്തൊക്കെ നിർണായക തെളിവുകൾ കിട്ടി വിഷ്ണു? ഉന്മേഷ, പരിശോധന 7 മണിക്കൂർ പിന്നിടുന്നു. രാവിലെ തന്നെ അസ്ഥി കഷ്ണങ്ങൾ ലഭിച്ചിരുന്നു. അതായത് നേരത്തെ കണ്ടെത്തിയ അസ്ഥി കഷ്ണത്തിന്റെ ബാക്കിയാണിത് എന്നുള്ളതാണ് വിലയിരുത്തൽ. അതിന് പിന്നാലെയാണ് ഈ പറമ്പിലുള്ള കുളങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയത്. ആ കുളത്തിൽ നിന്ന് ഒരു വസ്ത്രം ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കെഡാവർ നായ നടത്തിയ പരിശോധനയിൽ നിന്നൊരു കൊന്തയും ലഭിച്ചു. പക്ഷേ ഇത് ഈ ക്രൈമുമായി ഏതെങ്കിലും തരത്തിൽ റിലേഷൻ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ആരും ഉപയോഗിക്കാത്ത ഒരു കുളമായിരുന്നു. അതുകൊണ്ട് അവിടെ കിടന്നതായിരിക്കാം ഇത്തരത്തിൽ ഒരു കൊടും ക്രിമിനൽ അങ്ങനെ ഡയറക്റ്റായി കുളത്തിലൊക്കെ കൊണ്ടുപോയി വസ്തുക്കൾ ഉപേക്ഷിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ അത് ഫോറൻസിക് സംഘം ശേഖരിച്ചിട്ടുണ്ട്. വിശദമായ പരിശോധന അതിൽ നടത്തും. ഇപ്പോൾ വീടിനകത്തുള്ള പരിശോധന, ഏറ്റവും നിർണായകമായ പരിശോധന പുരോഗമിക്കുകയാണ്. വീടിനകത്തുള്ള ഗ്രാനൈറ്റ് പൊളിച്ചുകൊണ്ട് പരിശോധന നടത്തുകയാണ്. ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഒപ്പം ഈ ഓടിളക്കി അതിന്റെ ഭാഗങ്ങളിലൊക്കെ പരിശോധന നടത്തുന്നുണ്ട്. നേരത്തെ തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നത് ഈ വീടിനകത്ത് പുതിയതായി ഗ്രാനൈറ്റ് പാകിയിരുന്ന സെക്കൻഡ് ഹാൻഡ് ഗ്രാനൈറ്റ് ആണ് പാകിയത്. അതൊരു ക്രിമിനൽ ബുദ്ധിയാണ്, പഴക്കം തോന്നിക്കുന്നതിന് വേണ്ടി ഒരു ക്രിമിനൽ ബുദ്ധി എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിന്റെ വിലയിരുത്തൽ. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത് അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ മൃതദേഹങ്ങളുണ്ടോ എന്ന് സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് പൊളിച്ച് ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നത്. രാത്രിയും പരിശോധന നീളും. വിഷ്ണു സുരേഷ്, ആലപ്പുഴയിൽ നിന്ന്.